ബാപ്പാന്റെ സുഹൃത്താന്ന് കേൾക്കുമ്പോഴേക്ക് സ്വഹാബിമാരൊക്കെ എന്തൊരു ബഹുമാനിച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്. ഒരാറാബി വടിയോരത്തുനിന്ന് കൈ ഇങ്ങനെ കാണിച്ചു വണ്ടി നിർത്താൻ വേണ്ടി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വണ്ടി നിർത്തി. എന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കൈ കാണിച്ചതാന്ന് പറഞ്ഞു. ആറാബി അല്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ഗ്രാമവാസിയല്ലേ, പരിഷ്കാരമൊന്നുമില്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളെ കാണാനും ഒന്ന് പരിചയം പുതുക്കാനും. എന്താ ഒരു പ്രത്യേക പരിചയം പുതുക്കല്? ഒന്നുമല്ല, നിങ്ങളെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ് ആ അറാബിയുടെ വാപ്പ എന്ന് കേൾക്കുമ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിലുണ്ടായിരുന്ന നല്ല വിലപിടിപ്പുള്ളൊരു ഷാള് അതിങ്ങനെ ഊരിയിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ ധരിപ്പിച്ചു. അതാണ് ഇക്റാം, ബഹുമാനം, ആദരവ് എന്ന് പറഞ്ഞാൽ. ഷാള് ധരിപ്പിച്ചപ്പോ കണ്ടു നിൽക്കുന്ന ആള് പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള ഷാളോ കൊടുക്കണം. അറാബിയല്ലേ, ഒരു ദിർഹം കൊടുത്താലും വലിയ സന്തോഷത്തോടെ അതിങ്ങനെ ഒരു നിധി കിട്ടിയ രൂപത്തിൽ കൊണ്ടുപോകുന്ന ആളല്ലേ, 1-2 ദിർഹം കൊടുത്താൽ പോരെ. അപ്പൊ മഹാനവർകൾ പറഞ്ഞത് പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ കാന സ്വദീഖൻ ലി അബീ, എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ സുഹൃത്തിന്റെ മോനാണത്. ആ നിലക്ക് കൊടുത്ത ആദരവാണത്. ഇക്റാമു സ്വദീഖിഹിമാ, കൂട്ടുകാരെ ബഹുമാനിക്കുക, അവരെ മക്കളെ ബഹുമാനിക്കുക. അത് ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളെ അവർക്കുള്ള ആദരവ്. ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജോലി ചെയ്തവർ, ഒപ്പം നടന്നവർ, പല വിഷയങ്ങളിലും ഒപ്പം സംഗമിച്ചവർ, അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം. അവരോടുള്ള സൗഹൃദ ബന്ധവും അവരോടുള്ള നല്ല ബന്ധങ്ങളും നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. മറ്റൊന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ പുലർത്തണം. ഉപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഇന്ന മിൻ അബറിൽ ബിദ്ദി അയ്യസില റജുലു ഉദ്ദ അബീ, ബാപ്പാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്, ഉമ്മാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്. ബാപ്പയും ഉമ്മയും ഉണ്ടായപ്പോ അവരുടെ വയസ്സിലൂടെ ആ ബന്ധം നടന്നിരുന്നു. ഇന്നവരില്ലല്ലോ. ഇന്ന് ആ ബന്ധം ചേർക്കേണ്ടത് നമ്മളാണ്. ഉപ്പയുടെ കുടുംബക്കാരോടും ഉമ്മയുടെ കുടുംബക്കാരോടും ഒരുപക്ഷെ അവരിൽ ബാക്കിയുള്ളവർ മക്കള് മാത്രമായിരിക്കും. അല്ലെങ്കിലോ വലിയ വലിയ കാരണവന്മാരും മുതിർന്ന ആളുകളും ഉണ്ടാകും. അവരോട് ബന്ധം പുലർത്തുന്നതും നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന കടപ്പാടാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി